ടാലി ഓപ്പൺ ചെയ്തു. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു വരാൻ വേണ്ടി പോകുന്നത് വെച്ചാൽ നിങ്ങൾ ഇൻഡയറക്ട് എക്സ്പെൻസുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ജനറൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് എന്ന് പറഞ്ഞ കാറ്റഗറി നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യണം. അതിനകത്ത് ഞാൻ പറയുന്ന ഒരു എക്സ്പെൻസ് ക്രിയേറ്റ് ചെയ്യണം. സ്റ്റാഫ് സാലറീസ് എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്പെൻസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാണ് വേണ്ടത്. അണ്ടർ ഇൻഡയറക്ട് എക്സ്പെൻസിനകത്ത് സനിസ പോയിട്ട് ടാലി ഓപ്പൺ ചെയ്തേ. ഓക്കെ, ക്രിയേറ്റിനകത്ത് ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യാം, ലെഡ്ജർ ക്ലിക്ക് ചെയ്യാം, ലെഡ്ജർ ക്ലിക്ക് ചെയ്യാം. അതിനകത്ത് സ്റ്റാഫ് സാലറീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തേ. സ്റ്റാഫ് സാലറീസ്. ഓക്കെ, അണ്ടർ എൻ്റർ അടിക്കുക. അതെന്ന് പറഞ്ഞത് അവിടെ ഓൾട്ട് സി ക്ലിക്ക് ചെയ്തേ. ഓൾട്ട് സി ക്ലിക്ക് ചെയ്യോ. ഓക്കെ, അവിടെ പോയിട്ട് സാലറി ആൻഡ് അതർ ബെനിഫിറ്റ്സ് ഒന്ന് ക്ലിക്ക് ചെയ്തേ. സാലറി ആൻഡ് അതർ ബെനിഫിറ്റ്സ് എൻ്റർ അടിക്കുക. അണ്ടർ പോയിട്ട് ഓൾട്ട് സി അടിച്ച്, അവിടെ പോയിട്ട് ജനറൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് കൊടുക്കുക. അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ്. ഓക്കെ, എൻ്റർ അടിക്കുക. അണ്ടർ പോയിട്ട് ഇൻഡയറക്ട് എക്സ്പെൻസ് കൊടുക്കുക. ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് സേവ് ചെയ്യാം. ഓക്കെ, അക്സെപ്റ്റ് കൊടുക്കുക. എൻ്റർ അടിക്കുക, സേവ് ചെയ്യും. ജസ്റ്റ് ഒന്ന് സേവ് ചെയ്ത് പോട്ടെ. ഓക്കെ, എസ്കേപ്പ് പോവാം. ഒന്ന് ഫുൾ എസ്കേപ്പ് ചെയ്യൂ. എന്നിട്ട് വൗച്ചറിൽ പോയിട്ട് വൗച്ചർ വി അടിച്ചിട്ട് ടൈപ്പ് ജേണൽ എടുത്ത് വൗച്ചേഴ്സിൽ പോയിട്ട് ഒരു ജേണൽ പാസ് ചെയ്യാണ്. അത് ജേണൽ ഫോർമാറ്റിലാക്കി ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് എന്താ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. അവിടെ പോയിട്ട് സാലറീസ് അടിക്കുക. സ്റ്റാഫ് സാലറി എന്ന് പറഞ്ഞ ലെഡ്ജറിനെ ഡെബിറ്റ് ചെയ്ത് ഒരു 20,000 രൂപ ഇട്ടോ. സ്റ്റാഫ് സാലറീസ് 20,000 രൂപ. എൻഡ് കോസ്റ്റ് സെന്റേഴ്സ് ഒന്നും വേണ്ട, അല്ലാതെ തന്നെ ഇട്ടോ. എൻ്റർ അടിച്ചോ. ഓക്കെ, അവിടെ കോസ്റ്റ് സെന്റേഴ്സ് എന്തെങ്കിലും ഒന്ന് ക്രിയേറ്റ് ചെയ്യുമോ ഒന്ന്. ക്വിറ്റ് അടിച്ചോ. ഓക്കെ, ക്വിറ്റ് അടിച്ചോ. ഇത് കോസ്റ്റ് ലെഡ്ജറിന്ന് ലെഡ്ജറിന്ന് കൺട്രോൾ എൻ്റർ എന്നിട്ട് ആൾട്ടർ ചെയ്യൂ. ക്വിറ്റ് ചെയ്തിട്ട് എസ് അടിച്ചോ. ഒന്ന് എൻ്റർ അടിക്ക്. ഒന്ന് എസ്കേപ്പ് ബാക്ക് സ്പേസ് അടിക്ക്. ക്വിറ്റ് അടിക്ക്. ബാക്കിലോട്ട് വരട്ടെ. സാലറീസ് അടിക്കൊന്ന് എത്തിച്ച് ഒന്നുകൂടി ബാക്ക് അടിച്ച് കൺട്രോൾ എൻ്റർ അടിച്ച അവിടെ കൺട്രോൾ എൻ്റർ. അവിടെ വന്നിട്ട് കോസ്റ്റ് സെന്റേഴ്സ് എന്തെങ്കിലും ആപ്ലിക്കബിൾ എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഇവിടെ മോർ ഡീറ്റെയിൽസ് ഉണ്ട്. ഇവിടെ റൈറ്റ് സൈഡിൽ അവിടെ ക്ലിക്ക് ചെയ്തേ. അവിടെ കോസ്റ്റ് സെന്റേഴ്സ് കോസ്റ്റ് സെന്റേഴ്സ് ആപ്ലിക്കബിലിറ്റി ഒന്ന് നോ ആക്കി കൊടുക്കും. താഴെ വന്ന് താഴോട്ട് സെലക്ട് ചെയ്ത് വന്ന് എൻ്റർ അടിക്ക്. എന്നിട്ട് അത് നോ ആക്കി കൊടുത്തേ. എന്നിട്ടൊന്ന് സേവ് ചെയ്തേ. കൺട്രോൾ ആയി അടിച്ച് സേവോ. ഓക്കെ, എൻ്റർ അടിക്ക്. ഓക്കെ, എൻ്റർ അടിക്ക്. അത് സേവ് ആയിട്ടില്ല നേരത്തെ ചെയ്തത്. കോസ്റ്റ് സെന്റേഴ്സിന്റെ ഒന്ന് പുറകോട്ടൊന്ന് ലെഡ്ജർ ഒന്നുകൂടി എഡിറ്റ് ചെയ്ത്. ഒന്ന് ബാക്ക് സ്പേസ് അടിച്ച് അവിടെ പോയിട്ട് കൺട്രോൾ എൻ്റർ അടിച്ച് തൊട്ട് പുറകിൽ അവിടെ പോയിട്ട് കൺട്രോൾ എൻ്റർ അടിച്ച് മോർ ഡീറ്റെയിൽസ് പോയി കോസ്റ്റ് സെന്റേഴ്സ് ഉള്ളത് സെലക്ട് ചെയ്യുക. അവിടെ നിന്ന് എൻ്റർ അടിച്ച് അത് നോ ആക്ക്. എൻ്റർ അടിക്ക്. എന്നിട്ട് താഴെ വന്ന് സേവ് ചെയ്യും. എൻ്റർ അടിച്ച് പോവാം. ഓക്കെ, അക്സെപ്റ്റ് അടി. എമൗണ്ട് അടി. ഓക്കെ, എൻ്റർ അടിക്ക്. ഓക്കെ, ടൂല് പോയിട്ട് ഒരു ലെഡ്ജർ ടു എൻ്റർ അടിക്കുക. ഒന്നുകൂടെ എൻ്റർ അടിക്കുക. ഓൾട്ട് സി അടിക്ക്. കാർത്തിക സാലറി അക്കൗണ്ട്. കാർത്തിക സാലറി അക്കൗണ്ട് എൻ്റർ അടിക്ക്. അതില് എൻ്റർ അടിച്ചോ.
സ്റ്റാഫ് സാലറി ഓൾട്ട് സി അടിച്ചിട്ട് സാലറി അതൊരു ബെനിഫിറ്റ്സ് അല്ല, എക്സ്പെൻസ് അല്ല, അത് ബാലൻസ് ചെയ്യണം, പേബിൾ അല്ലേ. ബാക്കോട്ട് പോവാ, അണ്ടർ പോയിട്ട് താൽക്കാലികമായിട്ട് എന്ത് ചെയ്യാം, ഓൾട്ട് സി അടിക്കുക, സ്റ്റാഫ് ബെനിഫിറ്റ്സ് പേബിൾ, സ്റ്റാഫ് ബെനിഫിറ്റ്സ് പേബിൾ, എൻ്റർ അടിക്ക്, അണ്ടർ കറണ്ട് ലയബിലിറ്റി, കറണ്ട് ലയബിലിറ്റി ടൈപ്പ് ചെയ്ത് അവിടെ കറണ്ട് ലയബിലിറ്റി റൈറ്റ്, എൻ്റർ അടിക്ക്. സൻസ കമ്പനി ക്രിയേറ്റ് ആയിരിക്കുന്നത് ഇന്ത്യ, ഇത് കൊടുത്തിരിക്കുന്ന കൺട്രി കൊടുത്തിരിക്കുന്ന ഇന്ത്യയാണ്, അതുകൊണ്ടാണ് GST അവിടെ വന്നിരിക്കുന്നത്. അത് മാറ്റിയിട്ട് UAE ആകണം, പിന്നീട് മതി, ഇപ്പൊ വേണ്ട. അക്സെപ്റ്റ് അടിക്ക്, ഓക്കെ, നോട്ട് ആപ്ലിക്കബിൾ അടിക്ക്, എൻ്റർ അടിച്ച് താഴോട്ട് വരട്ടെ, ആക്സെപ്റ്റ് അടി, ഓക്കെ. 20,000 വന്ന ഒന്ന് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യോ, അത് സേവ് ചെയ്യും. ഇനി ഒന്ന് എസ്കേപ്പ് ഇടുന്നു, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് പോയി എസ്കേപ്പ് ചെയ്തിട്ട് മൊത്തം എസ്കേപ്പ് ചെയ്ത് പുറത്തേക്ക് വന്നേ, എന്നിട്ട് പി ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എടുത്തേ. ഓക്കെ, ആ ഇൻഡയറക്റ്റ് എക്സ്പെൻസിനകത്ത് പോയിട്ട് ഒന്ന് ഷിഫ്റ്റ് എൻ്റർ അടിച്ചേ. ഓക്കെ, ആ എന്റെ ജനറൽ അഡ്മിനിസ്ട്രേഷൻ അവിടെ നടത്തുന്ന ഷിഫ്റ്റ് എൻ്റർ അടിച്ചേ. ഇല്ല, കിട്ടില്ല. ഓക്കെ, അപ്പോ നമുക്ക് പറയാൻ വേണ്ടി പോകുന്നത്, ഇപ്പൊ നമ്മളിപ്പോ എന്താ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വെച്ചാല്, നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് ഈ ജനറൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസിന് എങ്ങനെയാണോ കൊണ്ടുവരേണ്ടത്, അപ്പൊ ടോട്ടൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് നമ്മൾ എന്തായി തിരിച്ചു, 3ആയി തിരിച്ചിട്ടുണ്ടായി. അതിൽ ഒന്നാണ് ജനറൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് എന്ന്. അതിനകത്ത് നിങ്ങൾ ആരെ ക്രിയേറ്റ് ചെയ്തു, എൻ്റർ അടിച്ചേ. അതിനകത്താണ് സ്റ്റാഫ് സാലറി ആൻഡ് അതർ ബെനിഫിറ്റ്സ് എന്നുള്ള ഒരു ഗ്രൂപ്പ് എന്ത് ചെയ്തു, നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി അവിടെ ഷിഫ്റ്റ് എൻ്റർ അടിച്ചേ. കണ്ടോ, അതിനകത്ത് ആര് വന്നു, സ്റ്റാഫ് സാലറി വന്നു. അപ്പൊ നമ്മൾ എന്താ ചെയ്ത വെച്ചാല്, ആ ഒരു ഓരോ നേച്ചർ ഓഫ് എക്സ്പെൻസ് ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ ഓരോ എക്സ്പെൻസ് ലെഡ്ജേഴ്സ് ഉണ്ടാവില്ലേ നമ്മുടെ മുമ്പില്, ഉണ്ടാകില്ലേ, ഉണ്ടാവും. ആ എക്സ്പെൻസിനെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, നിങ്ങൾ ഓഡിറ്റിംഗിൽ പറഞ്ഞു, അല്ലെങ്കിൽ നമുക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ എന്ത് ചെയ്യണം, അതിനെ ഗ്രൂപ്പ് ചെയ്ത് വെക്കണം. ഗ്രൂപ്പ് ചെയ്ത് വെക്കണ്ടേ, വേണം. അപ്പം ഈ ഒരു ലെഡ്ജറിനകത്ത് ഒന്ന് എസ്കേപ്പ് ചെയ്ത്, ഈ ഒരു സ്റ്റാഫ് സാലറി ആൻഡ് അതർ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നതിനകത്ത് എന്തൊക്കെ എക്സ്പെൻസ് വരും, ഇതാ. ഇപ്പൊ ജനറൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നതിനകത്ത് കുറെ കാറ്റഗറി എക്സ്പെൻസ് ഇനിയും വരാൻ വേണ്ടിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഒന്നുകൂടി ക്രിയേറ്റ് ചെയ്യാം. ഞാൻ പറയുന്ന ഒന്ന് ക്രിയേറ്റ് ചെയ്തോ സനസ. ഓഫീസ് എക്സ്പെൻസ് എന്ന് പറഞ്ഞ ഒന്നും കൂടി ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തേ. ഓഫീസ് എക്സ്പെൻസസ് ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്താൽ മതി. ഓഫീസ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് എസ്കേപ്പ് ചെയ്ത് ക്രിയേറ്റിലേക്ക് പോട്ടെ. ക്രിയേറ്റ് ചെയ്യും, ലെഡ്ജർ, അവിടെ ഓഫീസ് എക്സ്പെൻസ് ഒന്ന് ക്രിയേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഒരു മിനിറ്റ്, ഓഫീസ് എക്സ്പെൻസിൽ ഓഫീസ് ക്ലീനിങ് എക്സ്പെൻസ് നാക്കൂ. ഓഫീസ് ക്ലീനിങ് എക്സ്പെൻസ് നാക്കൂ. ഓഫീസ് ക്ലീനിങ് എക്സ്പെൻസസ്, ഓഫീസ് ക്ലീനിങ് എക്സ്പെൻസ് നാക്ക്. ക്ലീനിങ് എക്സ്പെൻസസ്, ഓക്കെ. അണ്ടർ അടിക്കുന്നത് എൻ്റർ അടിക്ക്, അവിടെ ഓൾട്ട് സി അടിക്ക്. അണ്ടർ ഓഫീസ് എക്സ്പെൻസസ്, under office expenses enter അടിക്ക്. under എന്താണ്, ജനറൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ്. അവിടെ ജനറൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ സെലക്ട് ചെയ്തോ, ജനറൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, എൻ്റർ അടിച്ച് സേവ് ചെയ്യും. ഓക്കെ, ഇനി എസ്കേപ്പ് ചെയ്യാ. എന്നിട്ട് എന്ത് ചെയ്യാ, ഒരു ജേണലും കൂടി പാസ് ചെയ്യോ. ഒരു ജേണൽ എൻട്രിയും കൂടി എസ്കേപ്പ് ചെയ്തിട്ട് ജേണൽ വൗച്ചറും കൂടി പാസ് ചെയ്യും. വൗച്ചേഴ്സിനകത്ത് പോവാം. അവിടെ പോയിട്ട് ഓഫീസ് ക്ലീനിങ് എക്സ്പെൻസിനെ പിടിച്ച് ഡെബിറ്റ് ചെയ്യും. ഓഫീസ് ക്ലീനിങ് എക്സ്പെൻസസ് ഒരു 500 രൂപയുടെ 500. അതും ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ കോസ്റ്റ് സെന്റേഴ്സ് ഒന്ന് എസ്കേപ്പ് ചെയ്തിട്ട് ആ കോസ്റ്റ് സെന്റേഴ്സ് ഒന്ന് ഡിസേബിൾ ചെയ്യോ. കൺട്രോൾ എൻ്റർ അടിക്കുക. എന്നിട്ട് മോർ ഡീറ്റെയിൽസിൽ പോയിട്ട് കോസ്റ്റ് സെന്റേഴ്സ് മോർ ഡീറ്റെയിൽസ് പോവാ. കോസ്റ്റ് സെന്റേഴ്സ് എന്ത് ചെയ്യാം, നോ ആക്കി കൊടുക്കുക. നോ ആക്കുക, സേവ് ചെയ്യാം. എൻ്റർ അടിക്കുക. 500 രൂപ എൻ്റർ അടിക്കുക. ടു പേബിൾ എന്നുള്ളതായിരിക്കാം ഏതെങ്കിലും ഒരു മനോജ് ട്രേഡിംഗ് എന്ന് പറഞ്ഞ കമ്പനി കൊടുക്കും. മനോജ് ട്രേഡിംഗ് എൽഎസിനെ ക്രെഡിറ്റ്
ജസ്റ്റ് ഒന്ന് സേവ് ചെയ്തേ. ഓക്കെ, ബിൽ വൈസ് എവിടെയെങ്കിലും സേവ് ചെയ്തോ, എൻ്റർ സേവ് ചെയ്ത് തൽക്കാലം. അല്ല, ആ എമൗണ്ട് കറക്റ്റ് കൊടുക്കുക, 500 കൊടുക്കുക. എഗെയിൻസ്റ്റ് റെഫറൻസ് എന്നുള്ള അല്ലെങ്കിൽ ന്യൂ അക്കൗണ്ട് ഓൺ അക്കൗണ്ട് കൊടുത്താലും മതി തൽക്കാലം. എസ്കേപ്പ് ചെയ്തിട്ട് ഓൺ അക്കൗണ്ട് കൊടുക്കുക തൽക്കാലം. എന്നിട്ട് പോട്ടെ, അവിടെ 500 ആക്ക്. 500 CR ബാലൻസ് ആക്കൂ. ഡെബിറ്റ് ബാലൻസ് അല്ല, ക്രെഡിറ്റ് ബാലൻസ് ആക്കും. അവിടെ ഒന്ന് ബാക്ക് സ്പേസ് അടിച്ചിട്ട് പുറകോട്ട്, അവിടെ CR ബാലൻസ് ആക്ക്. CR എന്നാക്കാം. DR എന്നുള്ളത് ഡെബ്റ്റർ ബാലൻസ് ഉള്ളത് ക്രെഡിറ്റർ ബാലൻസ് ആക്ക്. എൻ്റർ അടിക്ക്. 500 അടിച്ചിട്ട് അപ്പുറത്ത് എൻ്റർ അടിച്ച് CR എന്നാക്ക്. ഓക്കെ, എൻ്റർ അടിക്ക്. ഓക്കെ, സേവ്. ഒന്ന് എസ്കേപ്പ് അടിച്ച് P&L അക്കൗണ്ട് ഓപ്പൺ ചെയ്യൂ. നമ്മൾ 2 എക്സ്പെൻസ് ആണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് സാലറി എന്ന് പറഞ്ഞ എക്സ്പെൻസ്. ടോട്ടൽ നമുക്കറിയാം ഇൻഡയറക്ട് എക്സ്പെൻസ് വരുന്നത് 20,500 ആണ്. അതിനകത്തൊന്ന് ഷിഫ്റ്റ് എൻ്റർ അടിച്ച് അതിനകത്ത് ജനറൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ആണ് വന്നിരിക്കുന്നത്. മൊത്തം 20,500 ജനറൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ആണ്. ജനറൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ അകത്ത് ഒന്ന് എൻ്റർ ചെയ്തേ. ഒന്നകത്ത് എൻ്റർ ചെയ്യുമ്പോൾ സ്റ്റാഫ് എൻ്റർ അടി. സ്റ്റാഫ് സാലറിയുമായി ബന്ധപ്പെട്ട് സ്റ്റാഫ് സാലറി ആൻഡ് അതർ ബെനിഫിറ്റ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എത്ര രൂപയുടെ എക്സ്പെൻസ് വന്നു? 20,000 രൂപ വന്നു. അപ്പൊ അതിനകത്ത് ഷിഫ്റ്റ് എൻ്റർ അടിച്ച് നോക്കി എന്ത് നേരത്തെ ഓഫ് എക്സ്പെൻസ് ആ നോക്കി. ഓക്കെ, താഴോട്ട് വന്നിട്ട് ഒന്ന് സാലറി ആൻഡ് അതർ ബെനിഫിറ്റ്സിനകത്ത് ഷിഫ്റ്റ് എൻ്റർ അടിച്ച് നോക്കി. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത് പറയാ? ഗ്രൂപ്പിംഗ് എന്ന് പറയാം. ഇതിനെ വിളിക്കുന്ന പേരെന്താ? ഗ്രൂപ്പിംഗ്. അപ്പൊ നമ്മൾ ഓരോ നേച്ചർ ഓഫ് എക്സ്പെൻസും ഉണ്ടാവില്ലേ, ആ ഓരോ നേച്ചർ ഓഫ് എക്സ്പെൻസിനും കണക്കായിട്ടുള്ള ലെഡ്ജേഴ്സ് എന്ത് ചെയ്യണം? അഥവാ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്ന് വിളിക്കും. കേട്ടിട്ടുണ്ടാകും. ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്ത് ചെയ്യണം? എക്സ്പെൻസ് ഇൻഡയറക്ട് എക്സ്പെൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ആര് സെറ്റ് ചെയ്യണം? നമ്മുടെ കമ്പനിക്കകത്ത് സെറ്റ് ചെയ്യും. അങ്ങനെ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്താ അറിയോ? അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഈ സാധനം മാറിക്കിടക്കും. സാലറിയുമായിട്ടുള്ള ബന്ധപ്പെട്ട എക്സ്പെൻസ് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് കിടക്കും. ഓഫീസുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ സാലറിക്കകത്ത് വരും. അപ്പോൾ കമ്പാരിസന് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല. നാളെ നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ് 31/12/2024 എന്ന് പറയുന്ന ഫിനാൻഷ്യൽ പീരീഡിലെ നിന്റെ സാലറി എക്സ്പെൻസ് എത്രയാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും എത്രയാ? 20,000 രൂപയാണ്. പക്ഷേ നെക്സ്റ്റ് ഇയർ നമുക്ക് കമ്പയർ നോക്കുന്ന സമയത്ത് എന്താവും? ചിലപ്പോൾ 25,000 രൂപയാവും, 30,000 രൂപയാവും. അപ്പൊ ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കോമൺ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്ത് ചെയ്യുന്നു? സെറ്റ് ചെയ്ത് വെക്കുന്നു. അങ്ങനെ ആകുമ്പോൾ ബെനിഫിറ്റ് എന്താ? നമുക്ക് പ്രീവിയസ് ഇയേഴ്സ് ആയിട്ട് വന്നിരിക്കുന്ന വേരിയൻസ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അനലൈസ് ചെയ്തിട്ട് എന്താണ് റീസൺ എന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോ ഇനി സനസയുടെ സ്ക്രീൻ ഞാൻ ഒന്ന് മാറ്റാണ്. എന്നെ ഒന്ന് ഹോസ്റ്റ് ആക്കാൻ വേണ്ടി പറ്റും? സ്റ്റോപ്പ് ഷെയറിംഗ് കൊടുക്കാം. സ്റ്റോപ്പ് ഷെയറിംഗ് കൊടുക്കാം. ഞാൻ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. റൈറ്റ്. അപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഈ തരത്തിലുള്ള എക്സ്പെൻസുകളൊക്കെ ഉണ്ടായിരുന്നു ജനറൽ ആൻഡ് അഡ്മിനിസ്ട്രേഷന്റെ കീഴിൽ. കോമൺ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബ്രേക്കപ്പ് ചെയ്ത് പറയാന്നുണ്ടെങ്കിൽ സ്റ്റാഫ് സാലറി ആൻഡ് അതർ ബെനിഫിറ്റ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ട്, ഓഫീസ് എക്സ്പെൻസ് ഉണ്ട്, റെന്റ് ആൻഡ് ലൈസൻസ് ഫീസ് ഉണ്ട്, ട്രാവലിംഗ് ആൻഡ് കൺവെയൻസ് എക്സ്പെൻസസ് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ എക്സ്പെൻസ് ഉണ്ട്, റിപ്പേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് ഉണ്ട്, ലീഗൽ ആൻഡ് പ്രൊഫഷണൽസ് ഫീസ് ഉണ്ട്, മാനേജ്മെന്റ് ഫീസ് ഉണ്ട്. പിന്നെ താഴോട്ടേക്ക് എടുക്കുക. ഞാൻ ജസ്റ്റ് എഴുതി കിട്ടിയാണ് നേരത്തെ എന്റെ ലിസ്റ്റിനകത്ത് നിന്ന്. പ്രിന്റിംഗ് ആ സ്റ്റേഷനറി. അപ്പൊ ഇത്തരത്തിലുള്ള എക്സ്പെൻസുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സബ് ഗ്രൂപ്പ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ലൈൻ ഓഫ് ആയിട്ട് കൊണ്ടുവരുന്നു. ഇതിന്റെ കീഴിലും ആരുണ്ടാകും? ഇതിന്റെ കീഴിലായിരിക്കും ആരുണ്ടാകുക? എക്സ്പെൻസിന്റെ ലെഡ്ജേഴ്സ് ഉണ്ടാകുക, അല്ലെ? സാലറീസ് എന്ന് പറയുന്ന എക്സ്പെൻസിന്റെ ലെഡ്ജർ, അണ്ടർ സ്റ്റാഫ് സാലറി ആൻഡ് അതർ ബെനിഫിറ്റ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ്, അതിന്റെ മെയിൻ ഗ്രൂപ്പ് ആയിട്ട് വരും ജനറൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ്. അപ്പൊ ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്താലുള്ള ബെനിഫിറ്റ് എന്താ? നമുക്ക് ഈ ഒരു റിപ്പോർട്ട്, ആ ഒരു പെർട്ടിക്കുലർ എക്സ്പെൻസ് കംപ്ലീറ്റ് എവിടെ കൊണ്ടുവന്ന് തരും? ഞങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള ഗ്രൂപ്പിനകത്ത് നമുക്ക് കൊണ്ട്. അപ്പൊ നിങ്ങൾ ഒരു ഫിനാൻഷ്യൽസ് പ്രിപ്പയർ ചെയ്യും, ഒരു അക്കൗണ്ടന്റ് ആയി നിൽക്കുന്ന സമയത്തും നിങ്ങൾ ആദ്യം പോയിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാല് നിങ്ങളുടെ കമ്പനിക്കകത്തുള്ള ആ എക്സ്പെൻസ് ലെഡ്ജർ ഒക്കെ കറക്റ്റ് ആയിട്ട് തന്നെയാണോ ഗ്രൂപ്പ് ചെയ്ത് നിൽക്കണത് എന്നുള്ളത് എന്ത് ചെയ്യുക? ഒന്ന് എൻഷുർ ചെയ്ത് വെക്കണം. എന്തിനാ അറിയോ? എല്ലാ ചെന്നാളും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഒരു അനാലിസിസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് റിപ്പോർട്ട്സ് കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇനി ഈ ഒരു സ്റ്റാഫ് സാലറി ആൻഡ് അതർ ബെനിഫിറ്റ്സ് UAയുടെ പർവ്യൂവിൽ അല്ലെങ്കിൽ UAയുടെ നിയമപ്രകാരമൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള എക്സ്പെൻസുകളാണ് നിങ്ങൾക്ക് വരിക എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഒന്നെന്ന് പറഞ്ഞത് സ്റ്റാഫുമായി ബന്ധപ്പെട്ടുള്ള സാലറീസ് വരും, അല്ലെ? വരില്ലേ? വരും. സ്റ്റാഫുമായി ബന്ധപ്പെട്ടുള്ള സാലറി. അതിന്റെ റൂൾ എന്ന് പറയുന്നത് നമ്മൾക്ക് പഠിക്കാനുണ്ട്, നമ്മൾ പഠിപ്പിച്ചു തരാം. WPS റൂൾ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് ഇവിടെയുള്ള UAയിലുള്ള എല്ലാ കമ്പനി ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനി, ലിസ്റ്റഡ് മീൻസ് രജിസ്റ്റേർഡ് ആയിട്ടുള്ള കമ്പനീസ് എന്ത് ചെയ്യണം വെച്ചാല് അവരുടെ സ്റ്റാഫിന്റെ സാലറി എന്ത് ചെയ്യണം? വേജ് പ്രൊട്ടക്ഷൻ സിസ്റ്റം എന്നാ പറയാം. വിളിക്കുന്ന പേര് വേജ് പ്രൊട്ടക്ഷൻ സിസ്റ്റം. ഈ സിസ്റ്റം ഒരു മെത്തഡോളജി അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ സാലറീസ് എന്ത് ചെയ്യണം? ഈ ഒരു സെൻട്രൽ ഗവൺമെന്റിലൂടെ WPSന്റെ സ്കീം വഴി എന്ത് ചെയ്യണം? പാസ് ചെയ്തിരിക്കണം. അപ്പൊ നമ്മുടെ
ഒരു ഐഡി ഒക്കെ ഉണ്ട്. നമ്മൾ ഒരു എംപ്ലോയി ഐ ഡി, ഒരു എംപ്ലോയർ ഐ ഡി കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു എംപ്ലോയിഡ് ഐ ഡിക്കകത്ത് ഈ മാസം കറക്റ്റ് 90% സാലറിയാണ് പാസ് ചെയ്യേണ്ടത്. ആ ഒരു സാലറി എന്തുണ്ട് വന്നിട്ടുണ്ടോ നോക്കണം. വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് വരും, ഇവർക്ക് പർട്ടിക്കുലർ കമ്പനി എംപ്ലോയർക്ക് സാലറി കൊടുത്തില്ല എന്നാണല്ലോ അർത്ഥം. എംപ്ലോയർക്ക് എന്ത് വരും, ഒരു ഫൈൻസ് കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ബ്ലോക്ക് എന്ത് ചെയ്യും അവരിടും. അതിനുശേഷം അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ലൈസൻസ് റിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റില്ല. പിന്നെ കൂടാതെ നമ്മുടെ ഓണേഴ്സിന് ട്രാവൽ ബാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ എല്ലാവർക്കും എംപ്ലോയീസിന് സാലറി പ്രോപ്പർ ആയിട്ട് കൊടുക്കുന്നുണ്ട് എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് മിനിസ്ട്രി ഓഫ് ലേബർ എൻഷുർ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അവരെന്ത് ചെയ്യും, നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാ മാസവും സ്റ്റാഫിന്റെ സാലറി ഏത് വഴി പാസ് ചെയ്തിരിക്കണം, WPS സിസ്റ്റം വഴി പാസ് ചെയ്യണം. അപ്പൊ നാളെ നിങ്ങൾ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യാന്നുണ്ടെങ്കിലും അവിടുത്തെ എംപ്ലോയീസ്, നിങ്ങൾ ഫ്രഷർ ആയിട്ട് വേറെ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, WPS സ്കീം വഴി ആയിരിക്കണം നമ്മള് പ്രോസസ് ചെയ്യേണ്ടത്. അപ്പൊ എങ്ങനെ ഈ WPS സ്കീം വഴി പ്രോസസ് ചെയ്യാന്ന് വെച്ചാല് 2-3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിസ എന്ന് പറയുന്ന ആ ഒരു എല്ലാവരുടെയും വിസ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ എംപ്ലോയീസിനെ വിസ എടുത്തതിന് ശേഷം അവർക്ക് എന്ത് ചെയ്യും, ഒരു ലേബർ ഐ ഡി കിട്ടും അല്ലെ. എംപ്ലോയിക്ക് ഒരു ഐ ഡി ഉണ്ടാവും, എംപ്ലോയർക്ക് എന്തുണ്ടാവും, ഒരു ലേബർ ഐ ഡി, ഒരു എംപ്ലോയർ ഐ ഡി ഉണ്ടാവും. ആ 2 ഡീറ്റെയിൽസ് എന്ത് ചെയ്യാ വെച്ചാല് എത്രയാണ് നമ്മുടെ ലേബർ കോൺട്രാക്ട് ഒരു എമൗണ്ട് പറഞ്ഞിട്ടുണ്ടാവും. ആ എമൗണ്ട് ഡീറ്റെയിൽസ് സമ്മറൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒരു എക്സൽ പ്രിപ്പയർ ചെയ്യുക. ബേസിക് ആയിട്ട് എന്താണ് നമ്മുടെ എംപ്ലോയർ ഐ ഡി എന്താണ്, എംപ്ലോയി ഐ ഡി എന്താണ്, നെയിം എന്താണ് കൊടുത്തിരിക്കുന്നത്, എത്രയാണ് ബേസിക് സാലറി, എത്രയാണ് നമ്മൾ പ്രോസസ് ചെയ്യുന്ന സാലറി എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് എക്സൽ ഉണ്ടാക്കിയിട്ട് ആ ടോട്ടൽ എമൗണ്ട് ഉണ്ട്. ഇപ്പോൾ കാർത്തികയുടെ ബേസിക് ടോട്ടൽ സാലറി ആസ് പെർ MOL എഗ്രിമെന്റ് പ്രകാരം, നമ്മുടെ മന്ത്ലി എഗ്രി ഇരിക്കുന്ന പ്രകാരം ഒരു 15,000 അല്ലെങ്കിൽ മനോജിന് ഒരു 25,000 അങ്ങനെയൊക്കെ ചേർത്തിട്ട് 80,000 രൂപ ടോട്ടൽ ആണെന്നുണ്ടെങ്കിൽ ആ പൈസ എടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സ്ചേഞ്ച് ഹൗസിൽ പോയി കഴിഞ്ഞാൽ, എക്സ്ചേഞ്ചസ് ഉണ്ട്, ഇപ്പൊ ലുലു എക്സ്ചേഞ്ച് ഉണ്ട്, അല്ലൻസാരി എക്സ്ചേഞ്ച്, അതുപോലെ എക്സ്ചേഞ്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഞങ്ങൾക്ക് WPS സിസ്റ്റം വഴി എന്ത് ചെയ്യും, നമ്മുടെ സാലറി പ്രോസസ്സ് ചെയ്തു തരും. ഒന്നാമത്തെ മെത്തേഡ്. ഓക്കെ, അപ്പൊ എന്താ അറിയേണ്ടത്, നമുക്ക് അറിയേണ്ടത് എംപ്ലോയിയുടെ ഐ ഡി ഉണ്ടാകും. MOL പ്രകാരം എംപ്ലോയിക്ക് എന്തുണ്ടാവും, ഒരു ഐ ഡി ഉണ്ടാവും. ആ ഐ ഡി ഉണ്ടായിരിക്കണം. പിന്നെന്താണ്, നമ്മുടെ എംപ്ലോയർക്ക് ഒരു ഐ ഡി ഉണ്ട്, അത് നമുക്ക് വേണം. പിന്നെ എംപ്ലോയിയുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, IBAN നമ്പേഴ്സ്, റൂട്ടിംഗ് കോഡ് ഒന്നും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു WPS സ്കീം വഴി, എക്സ്ചേഞ്ച് വഴി നമുക്ക് അടക്കാൻ വേണ്ടി പറ്റും. ഇനി എല്ലാം നമ്മുടെ ബാങ്ക്, ഇപ്പോൾ റാങ്ക് ബാങ്ക് അല്ലെങ്കിൽ നാഷണൽ ബാങ്ക് ഓഫ് ഫ്യൂച്ചർ NBF എന്ന് പറഞ്ഞ ബാങ്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ബൾക്ക് ട്രാൻസ്ഫർ സിസ്റ്റം അല്ലെങ്കിൽ WPS ഫയൽ ഓൺലൈനോട് തന്നെ അവർക്ക് ഒരു എക്സൽ ഫോർമാറ്റ് ഉണ്ട്, ഒരു ടെംപ്ലേറ്റ് ഫോർമാറ്റ് ഉണ്ട്. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ബാങ്കിനനുസരിച്ച് എന്ത് ചെയ്യും, അത് മാറിക്കൊണ്ടേയിരിക്കും. അത് നമ്മുടെ ബാങ്ക് ഏതാണെന്ന് നോക്കുക, ADCB ബാങ്ക് ആണോ അല്ലെങ്കിൽ NBF ആണോ റാക്ക് ബാങ്ക് ആണോ ഏതാ ബാങ്ക് നോക്കുക. ആ ബാങ്കിനെ സമീപിച്ച് റിലേഷൻഷിപ്പ് മാനേജറെ സമീപിച്ച് കഴിഞ്ഞാൽ അവരൊന്ന് ജസ്റ്റ് ഒന്ന് കോൾ ചെയ്തോ അല്ലെങ്കിൽ സംസാരിച്ച് കഴിഞ്ഞാൽ, മെയിൽ അയച്ചു കഴിഞ്ഞാൽ അവർ ടെംപ്ലേറ്റ് കാര്യങ്ങളൊക്കെ അയച്ചു തരും. ആ ടെംപ്ലേറ്റിനകത്തുള്ള ഫീൽഡ് എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുത്താലും എന്ത് ചെയ്യും, നമുക്ക് കറക്റ്റ് ആയിട്ട് WPS സ്കീം പ്രകാരം എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സാലറികൾ പ്രോസസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എൻഷുർ ചെയ്തിരിക്കണം എന്ത്, അല്ലെങ്കിൽ ഇന്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്ത് അവർ WPS വേജ് പ്രൊട്ടക്ഷൻ സ്കീം എന്താണെന്ന് ചോദിച്ചാൽ അറിയാതിരിക്കാൻ വേണ്ടി പാടില്ല. നാളെ നിങ്ങൾ ഒരു കമ്പനിയിൽ ജോബ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ കമ്പനിയുടെ മന്ത് എൻഡിലാകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ആ HR-നോടോ അല്ലെങ്കിൽ അഡ്മിനോടോ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, MOL ലിസ്റ്റ് എടുത്തു തരും. MOL ലിസ്റ്റ് എന്ന് വെച്ചാൽ ആ ഒരു എംപ്ലോയറിന്റെ കീഴിൽ ആരൊക്കെയാണ് നിങ്ങളുടെ വിസയുടെ കീഴിൽ വരുന്നുള്ളത് എടുത്തു തരും. ആ എടുത്തു തന്നിരിക്കുന്ന ആൾക്കാരുടെ എല്ലാ സാലറി എന്ത് ചെയ്യണം, കറക്റ്റ് മാസം വിത്തിൻ 5th and 10th എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരിക്കണം. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന എംപ്ലോയുടെ സാലറി എക്സ്പെൻസ് ഉണ്ടാകാം. പിന്നെ എന്ത് പറഞ്ഞത്, സാലറിയുടെ സ്റ്റാഫിന്റെ ബെനിഫിറ്റ് ഗ്രാറ്റുവിറ്റി എന്ന് പറഞ്ഞ ഒരു എക്സ്പെൻസ് ഉണ്ട്. ഓക്കെ, ഗ്രാറ്റുവിറ്റി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഫൈനലൈസേഷൻ പാർട്ടിൽ പഠിക്കാം, എങ്ങനെയാണ് അതിന്റെ പ്രൊവിഷൻ വെക്കുന്നത്. ഗ്രാറ്റുവിറ്റി എന്ന് വെച്ചാൽ ബേസിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇവിടെ UAE വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഒരു 1 year കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എലിജിബിൾ ഫോർ ഗ്രാറ്റുവിറ്റി ആണ്. ആദ്യത്തെ 5 വർഷമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയാണോ സാലറി വർക്ക് ചെയ്യുന്നത് അതിന്റെ ബേസിക് സാലറി എത്രയാണോ ഡിവൈഡ് ബൈ 30 ഒരു കമ്പ്യൂട്ടേഷൻ ഉണ്ട്. അപ്പോൾ ഒരു എമൗണ്ട് എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ എംപ്ലോയർ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, ഗ്രാറ്റുവിറ്റി ആണ് അല്ലെങ്കിൽ എക്സസ് പേയ്മെന്റ് ആണ് നിങ്ങൾക്ക് തരുന്നുണ്ട്. അങ്ങനെ തരുന്ന എമൗണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഈ ഒരു ലെഡ്ജറിനകത്ത് കൊണ്ടേ പാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഗ്രാറ്റുവിറ്റി എന്ന് പറഞ്ഞ ലെഡ്ജർ എന്ത് ചെയ്യണം, അണ്ടർ സ്റ്റാഫ് സാലറീസ് ആൻഡ് അതർ ബെനിഫിറ്റ്സ് അണ്ടർ ജനറൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസിന്റെ കീഴിൽ നമ്മൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കണം. നാളെ ഏതൊരു സ്റ്റാഫിന്റെ അല്ലെങ്കിൽ പ്രൊവിഷൻ വെക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഞങ്ങൾ ഏതെങ്കിലും സ്റ്റാഫിന് സാലറി കൊടുക്കുന്ന EOSP കൊടുക്കുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിലും എക്സ്പെൻസ് ബുക്ക് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം, ഈ ലെഡ്ജേഴ്സിനെ തന്നെ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം. പിന്നെയുള്ള എക്സ്പെൻസ് ആണ് സ്റ്റാഫിന് മെഡിക്കൽ ഇൻഷുറൻസ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു. നമ്മൾ ഒരു എംപ്ലോയി നമ്മൾ ഹയർ ചെയ്ത് ഓൺ ബോർഡിൽ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്ത് എടുക്കണം, മെഡിക്കൽ ഇൻഷുറൻസിന്റെ പ്രീമിയം എടുത്തിരിക്കണം, മണ്ടേറ്ററി ആണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഇൻഷുറൻസ് എക്സ്പെൻസുകൾ ഉണ്ടാകാം. പിന്നെന്താണ്, ലീവ് പാസേജ് എക്സ്പെൻസസ്. എന്താ ലീവ് പാസേജ് എക്സ്പെൻസ് എന്ന് വെച്ചാൽ, എല്ലാ കൊല്ലവും ചില കമ്പനിയുടെ നമ്മളിപ്പോ ഒരു കമ്പനിയുമായിട്ട് നമ്മൾ എഗ്രിമെന്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അവിടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് അവരെന്ത് ചെയ്യുന്നു, ഒരു ലേബർ കോൺട്രാക്ട് ഉണ്ടാക്കും. ആ കോൺട്രാക്ടിനകത്ത് പറയുന്നുണ്ടാവും 1 വർഷത്തിനുള്ളിൽ നാട്ടിൽ പോകാൻ വേണ്ടി പറ്റുമോ, അല്ലെങ്കിൽ 2 വർഷത്തിലാണ് നിങ്ങൾക്ക് നാട്ടിൽ പോകേണ്ടത് എന്നുള്ളത്. അപ്പൊ അതിനകത്ത് പറയുന്നുണ്ട് ചിലപ്പോൾ ടിക്കറ്റ് എന്ത് ചെയ്യുന്നു,
കമ്പനി തരാം എന്നുള്ള രീതിയിൽ എഗ്രിമെന്റ് ഒക്കെ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പെൻസുകൾ ഉണ്ടാവും. പാസേജ് എക്സ്പെൻസ് മീൻസ് എയർഫെയർ എക്സ്പെൻസ് ഒക്കെ ഉണ്ടാകും. ആ എയർഫെയർ എക്സ്പെൻസ് ബുക്ക് ചെയ്യാനുള്ള ലെഡ്ജർ ആണ്. അത് നമുക്ക് പ്രൊവിഷൻ വെച്ച് പോകേണ്ടതാണ്. അതും എന്ത് ചെയ്യാം, നമുക്ക് ഫൈനലൈസേഷന്റെ പാർട്ടാകുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ സ്റ്റാഫിന്റെ എയർ ടിക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പെൻസ്. പിന്നെന്താണ്, എംപ്ലോയിക്ക് ലീവ് സാലറി എന്ന് പറയുന്ന കോൺസെപ്റ്റ്. എന്താ ലീവ് സാലറി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു വർഷം വർക്ക് ചെയ്ത് ഡിപ്പെൻസ് അപ്പോൺ കോൺട്രാക്ട് ആണ് എങ്കിലും എന്താണ് ഒരു വർഷം കംപ്ലീറ്റ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, 1 മന്ത് നാട്ടിൽ പോകാൻ വേണ്ടി പറ്റും, ലീവിന് പോകാൻ വേണ്ടി പറ്റും. ആ ലീവിന് പോകുന്ന സമയത്തും ഒന്നുണ്ടാവും നിങ്ങൾക്ക് സാലറി കിട്ടും. അത്തരത്തില് ഈവൻ ദോ നിങ്ങൾ ലീവിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റിനാണെന്ന് വിളിക്കാം, ലീവ് സാലറി എന്ന് വിളിക്കാം. അത് ബുക്ക് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം, ഒരു ലീവ് സാലറി എന്ന് പറയുന്ന ലെഡ്ജർ എന്ത് ചെയ്യണം, നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കണം. ദെൻ എക്സ്ഗ്രാഷ്യ പേയ്മെന്റ്സ്, അതായത് നമ്മൾ ഒരു എംപ്ലോയി ഒക്കെ റിസൈൻ ചെയ്തൊക്കെ പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഓണർ എന്ത് ചെയ്യുന്നു അധികമായിട്ട് നമുക്ക് തരുന്നുണ്ട്, നമുക്ക് ഏതെങ്കിലും സ്റ്റാഫിന് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് അവർക്ക് നല്ല പെർഫോമൻസ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് അധികമായിട്ട് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റാദർ ദാൻ സെറ്റിൽമെന്റ് എമൗണ്ട്, സെറ്റിൽമെന്റ് ഇപ്പോൾ 5000 രൂപയാണ്, അപ്പൊ റൗണ്ട് ഓഫ് ചെയ്തിട്ട് 7500 ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, അതിനെയാണ് എക്സ്ഗ്രാഷ്യ പേയ്മെന്റ് പറയാ. ദാറ്റ്സ് എൻ എച്ച് ഓഫ് സ്റ്റാഫ് സാലറി എക്സ്പെൻസ്, സാലറി എക്സ്പെൻസിന്റെ ഭാഗമാണ്. അപ്പൊ എന്ത് ചെയ്യുക, അത്തരത്തിൽ എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവനെ എടുത്ത് ഇവിടെ കൊണ്ടിടുക, ഒരു ലെഡ്ജർ അതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിടുക. ദെൻ HR റിക്കവേർഡ്, HR ഹൗസ് റെന്റ് അലവൻസ് ആണ്. അതിൽ ഇപ്പൊ കമ്പനി ആർക്കെങ്കിലും ഒക്കെ അക്കോമഡേഷൻ കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കുന്നുണ്ടാവും, റിക്കവർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ റിക്കവറി റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആര് യൂസ് ചെയ്യുന്നത്, HR റിക്കവേർഡ് എന്ന് പറഞ്ഞ ലെഡ്ജർ ഉപയോഗിക്കുക. സ്റ്റാഫ് വെൽഫെയറിന് വേണ്ടി എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട്, സ്പെഷ്യൽ അലവൻസ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്, പിന്നെ ട്രാൻസ്പോർട്ട് സ്റ്റാഫുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് എന്തെങ്കിലും റിക്കവർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇടാൻ വേണ്ടിയിട്ട്, സ്പെഷ്യൽ എന്തെങ്കിലും ബോണസ് കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സ്റ്റാഫുമായി ബന്ധപ്പെട്ട് അവർക്ക് കൊടുക്കുന്ന സ്റ്റാഫിന്റെ ഫ്ലാറ്റ് ഉണ്ട് അതിന് റെന്റ് കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഇനി നോർമൽ ബോണസ് ഈ റെന്റിൽ എന്ത് ചെയ്യുന്നു നിങ്ങൾക്ക് ബോണസ് കൊടുക്കുന്നുണ്ട് അത് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. എയർ ടിക്കറ്റ്, അവരുടെ സ്റ്റാഫിന്റെ വൈഫിന് എന്തെങ്കിലും എന്ത് ചെയ്യുന്നു എയർ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കൊണ്ടുവരാം. സ്റ്റാഫിന്റെ വിസ എക്സ്പെൻസ്, സ്റ്റാഫിന്റെ മെഡിക്കൽ എക്സ്പെൻസ്, അതായത് എന്തെങ്കിലും ആക്സിഡൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള എക്സ്പെൻസുകൾ വന്നിട്ടുണ്ടെങ്കിൽ, സ്റ്റാഫിന് ട്രെയിൻ ചെയ്യാൻ വേണ്ട എക്സ്പെൻസ്, സ്റ്റാഫുമായി ബന്ധപ്പെട്ട മറ്റു പലതരത്തിലുള്ള എക്സ്പെൻസ്, എന്തെങ്കിലും പല എക്സ്പെൻസുകൾ, റിക്രൂട്ട്മെന്റ് എക്സ്പെൻസ്, അത്തരത്തിലുള്ള എന്തൊക്കെ റിലേറ്റഡ് ആയിട്ട് സ്റ്റാഫുമായുള്ള എക്സ്പെൻസ് വരുന്നുണ്ടോ അവനൊക്കെ ഏത് ഗ്രൂപ്പ് കൊണ്ടിടാൻ വേണ്ടി പറ്റും, സ്റ്റാഫ് സാലറീസ് ആൻഡ് അതർ ബെനിഫിറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിനകത്ത് കൊണ്ടിടാൻ വേണ്ടി പറ്റും. അപ്പോ ഇപ്പൊ നമ്മൾ സാലറീസ് എന്ന് പറയുന്ന ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നില്ലേ, അതേപോലെ തന്നെ വേറൊരു ലെഡ്ജറും കൂടി ക്രിയേറ്റ് ചെയ്യും. എന്ത്, സ്റ്റാഫ് ബെനിഫിറ്റ് ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്ന ലെഡ്ജറും കൂടി ക്രിയേറ്റ് ചെയ്ത് നോക്കുക. അപ്പൊ എന്താ സംഭവിക്കുക, ഈ ഒരു സ്റ്റാഫ് സാലറീസ് ആൻഡ് അതർ ബെനിഫിറ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് ആരും കൂടി വരും, ഈ ഒരു എക്സ്പെൻസ് ലെഡ്ജറും കൂടി വരും. അപ്പൊ നമ്മൾ എൻട്രി അടിക്കുന്ന സമയത്ത് ആ എക്സ്പെൻസ് കാണുമ്പോൾ ഡയറക്റ്റ് അതിനകത്ത് പോസ്റ്റ് കിട്ടാന്ന് വെച്ചാൽ മാത്രം മതി അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള മാക്സിമം ലെഡ്ജേഴ്സ് എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമുക്ക് കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യാനും അതിന് ഒരു അനലിറ്റിക്കൽ പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് നാളെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ മനോജ്? ഓക്കെ, അപ്പൊ ഞാൻ ഈ ഒരു എക്സൽ ഷീറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഗ്രൂപ്പിനകത്ത് ഷെയർ ചെയ്ത് തരാം. എഡ്യൂക്കേഷൻ മോഡൽ ഞാൻ ടാലി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനകത്ത് എന്ത് ചെയ്യാം, ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കുക. ക്രിയേറ്റ് ചെയ്ത് വെറുതെ 2-3 ഡമ്മി എൻട്രികളൊക്കെ പാസ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞാൽ ഓഫീസുമായി ബന്ധപ്പെട്ട എക്സ്പെൻസ്. ഞാൻ കുറച്ച് അറിയുന്ന പരിചയമുള്ള 4-5 എക്സ്പെൻസ് ഇട്ടിട്ടേ ഉള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ഓരോ ഡിപ്പെൻസ് അപ്പോൺ ഓഫീസ് ആണല്ലോ, എന്തൊക്കെ എക്സ്പെൻസ് വരുമോ അതൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യാം, ഇതിന്റെ കീഴിൽ ക്രിയേറ്റ് ചെയ്യാം. ലൈക്ക് ഓഫീസിന്റെ ഇൻഷുറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഓഫീസിൽ പാൻട്രികൾ പാൻട്രി സപ്ലൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഓഫീസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയുള്ള എക്സ്പെൻസ്, പിന്നെ എന്തെങ്കിലും ടൈപ്പിംഗ് ചാർജ് അങ്ങനെ എന്തെങ്കിലും മിസ്ലേനിയസ് ആയിട്ടുള്ള ഓഫീസുമായി ബന്ധപ്പെട്ട എക്സ്പെൻസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, പിന്നെ ഇലക്ട്രിസിറ്റി വാട്ടർ ദേവ എക്സ്പെൻസ് ഇലക്ട്രിസിറ്റി വാട്ടർ, ഇവിടെ ദുബായിലാണെങ്കിൽ ദേവ, ഷാർജയിലാണെങ്കിൽ സേവ, അതുമായി ബന്ധപ്പെട്ട എക്സ്പെൻസ് കാര്യങ്ങൾ, പിന്നെ പോസ്റ്റേജ് കൊറിയറുമായി ബന്ധപ്പെട്ട എക്സ്പെൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഓഫീസ് എക്സ്പെൻസ് എന്ന് പറയുന്നതിനെ കീഴിൽ കൊണ്ടിടാം. പിന്നെ വരുന്നതാണ് ട്രേഡ് ലൈസൻസ്. ഇത് മണ്ടേറ്ററി ആണ്. ഇത് ട്രേഡ് ലൈസൻസ് ഫീസ് ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞുതരാം. ട്രേഡ് ലൈസൻസ് ഫീ എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു കമ്പനി UAE രജിസ്റ്റർ ചെയ്യണമെങ്കിൽ, ഏത് എമിറേറ്റ്സ് ആണെന്നുണ്ടെങ്കിലും അത് ഏത് അതോറിറ്റിയുടെ കീഴിലാണ് രജിസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഒരു ട്രേഡ് ലൈസൻസ് ഫീ വരും. അത് 1 ഇയറിലേക്കായിരിക്കും വരിക. ആ 1 ഇയറിലേക്ക് വരുന്ന എക്സ്പെൻസ് എന്ത് ചെയ്യണം, കറണ്ട് ഇയർ പോർഷൻ, അത് പ്രീപെയ്ഡ് പഠിക്കുന്ന സമയത്ത് പഠിപ്പിച്ചു തരാം. ആ കറണ്ട് ഇയർ പോർഷൻ എന്ത് ചെയ്യണം, ഇവിടെ P&L അക്കൗണ്ടിനകത്ത് കൊണ്ടുവരണം. പിന്നെ വേറെ എന്തെങ്കിലും